നമസ്തേ. മതത്തിനെ എതിർത്തിട്ടുണ്ടെങ്കിൽ സർവനാശം. മതങ്ങളെ വിശകലനം ചെയ്യുന്ന സമയത്ത് നമുക്ക് പല മതങ്ങളെയും യുക്തിയുക്തമായിട്ട് വിമർശിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പല വീഡിയോകളിലായിട്ട് അത്തരത്തിൽ സംസാരിച്ചിട്ടുമുണ്ട്. അപ്പം മതത്തിന്റെ ഭാഗത്തു നിന്നുള്ള വ്യക്തികളിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ കേൾക്കാനായിട്ട് ഇടവരുന്ന, അല്ലെങ്കിൽ ഞാനാണെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, ഈ കാര്യങ്ങളെ ചോദ്യം ചെയ്യാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർവനാശം വരും, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ട ആളുകളോട് പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ വഴിമാറി പോവുകയാണെന്ന് പറയുന്നു. പക്ഷേ അനുഭവങ്ങൾ പറയുന്ന സമയത്ത്, നമ്മൾ സത്യാന്വേഷി എന്നുള്ള നിലയിൽ സത്യത്തിനെ അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. തീർച്ചയായിട്ടും ലോകമെന്നും മാറിക്കൊണ്ടിരിക്കുന്നു, മാറ്റം മാത്രമാണ് സ്ഥിരമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ ദൈവത്തിന് പരിണാമം സംഭവിക്കുന്നു. ദൈവത്തിന് പരിണാമം സംഭവിക്കുമെങ്കിൽ മതങ്ങൾ കാഴ്ചവെക്കുന്നതായിട്ടുള്ള ഈ ദൈവം എന്ന് പറയുന്നത് മനുഷ്യ സൃഷ്ടിയാണ് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു യുക്തിയിലേക്ക്, ആ ഒരു നിഗമനത്തിലേക്ക് യുക്തിയിലൂടെ എത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ മതങ്ങളെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, എഡ്യൂക്കേഷൻ കിട്ടുന്നതിനനുസരിച്ച്, വിദ്യ കിട്ടുന്നതിനനുസരിച്ച്, അതുപോലെ തന്നെ ഒരു മതത്തിന്റെ ഗ്രന്ഥം മാത്രം വായിച്ച്, അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ഗ്രന്ഥം മാത്രം മറ്റുള്ളവർ പഠിപ്പിക്കുന്നത് പോലെ വായിച്ചു വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുന്നവരാണ് ആ മതത്തിന്റെ അടിമയായി പോകുന്നത്. എന്നാൽ മറ്റ് ഗ്രന്ഥങ്ങളെയും കൂടെ തുറന്നു വായിക്കാനായിട്ടുള്ള ആ ഒരു ശേഷി ഉണ്ടെങ്കിൽ, ഈ മതം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരിൽ നിന്നല്ല മതങ്ങൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ മതപ്രചാരകരിൽ നിന്നല്ല മതം പഠിക്കേണ്ടത്. മതം കൊണ്ട് ജീവിക്കുന്നവർ അത് പണത്തിന് വേണ്ടി ചെയ്യുന്നു. മതപ്രചാരകരിൽ ഒരു വിഭാഗം ഒരു മിഥ്യയിലായിക്കൊണ്ട് ഇത് പ്രചരിപ്പിച്ച് നടക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും ഒരു പ്രത്യേക അവസ്ഥ തന്നെയാണ്. ഒന്ന് പണത്തിന് വേണ്ടിയാണെങ്കിൽ യുക്തിപരമായിട്ട് അത് പണത്തിന് വേണ്ടിയാണെന്ന് പറയാനായിട്ട് സാധിക്കും. എന്നാൽ യുക്തിരഹിതമായിട്ട് ഈ ഒരു വീക്ഷണം മാത്രമാണ് ശരി എന്ന് പറഞ്ഞു നടക്കുന്നത്. ഇപ്പൊ ലോകത്ത് പല ഭാഷകളുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ഭാഷ മാത്രമാണ് ശരി, ഈ ഭാഷ ലോകത്ത് മുഴുവനുള്ള എല്ലാവരും സംസാരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ആളുകൾ യൂണിവേഴ്സലായിട്ട് നാച്ചുറലി ഇവോൾവ് ചെയ്ത് വരുന്ന ഭാഷ ഏതാണോ അതിനെ അംഗീകരിക്കാനാണ് സാധ്യത വളരെ അധികമായിട്ടുള്ളത്. അതുപോലെ തന്നെ മതത്തിലും ആളുകൾക്ക് കൂടുതൽ അംഗീകരിക്കാനായിട്ട് സാധിക്കുന്ന മതങ്ങളിലേക്ക് ആളുകൾ എത്തിച്ചേരുന്നു. പിന്നെ ഈ മതങ്ങൾ പ്രധാനമായിട്ടും ആളുകളെ ഒരു ഭയത്തിന്റെ പേരിലാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആളുകളുടെ അജ്ഞത, പ്രതീക്ഷ, ഭയം, ഈ കാര്യങ്ങളിൽ നിന്നാണ് പ്രാചീന കാലത്ത് മതങ്ങൾ രൂപപ്പെട്ടത് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആദ്യകാലങ്ങളിൽ മനുഷ്യൻ പ്രകൃതി ശക്തികളെ ആരാധിക്കുകയും പിന്നീട് അതൊരു ഏകദൈവ സങ്കല്പത്തിലേക്ക് മാറുകയൊക്കെ ചെയ്യുകയാണ്. എന്തു തന്നെയാണെങ്കിലും പ്രകൃതി ശക്തികൾ, അല്ലെങ്കിൽ പ്രകൃതി ശക്തികളുടെ നിയന്താക്കളായിട്ടുള്ള ദേവീദേവന്മാര്, ദേവതമാര്, അവരിൽ നിന്നൊക്കെ മാറി മനുഷ്യൻ ഏകദൈവ സങ്കല്പത്തിലേക്ക് പിന്നീട് എവല്യൂഷൻ പ്രാപിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് അതൊരു ചേഞ്ച് തന്നെയാണ്, അതൊരു മാറ്റം തന്നെയാണ്. പക്ഷേ ഇവോൾവ് ചെയ്ത് എത്തപ്പെട്ട മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഈ ദൈവവും ഒരു ഭരണകർത്താവാണ്. ഈ ദൈവവും ഭയത്തിന്റെയും ആശങ്കയുടെയും അല്ലെങ്കിൽ പ്രതീക്ഷയുടെയും അജ്ഞതയുടെയും മേലാണ് മനുഷ്യന് മേൽക്കോയ്മ കൈവരിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭീകര സ്വഭാവമുള്ള പല നേതാക്കന്മാരും പ്രാചീന കാലത്ത് നമുക്കറിയാവുന്നതാണ്. മതങ്ങൾ നിർമ്മിച്ചതിലൂടെയും അല്ലെങ്കിൽ മതങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിലൂടെയൊക്കെയാണ് അവരുടെ അധികാരം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത്, അവരുടെ അധികാര പരിധി വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ മതങ്ങളായിരുന്നു ആ കാലഘട്ടത്തിന്റെ നിയമം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നല്ലൊരു രാജാവാണെങ്കിലും അയാൾ ഈ മതത്തിനെ ഒരു നിയമമായിട്ട് മനുഷ്യനെ നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു മതങ്ങൾ എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ മതം വന്ന് നിൽക്കുന്ന സമയത്ത്, നമ്മൾ പൂർണ്ണമായിട്ടും മതത്തിനെ കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കുന്ന സമയത്ത്, ഓരോ മതവിശ്വാസികളുടെയും വർഗീയപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ മർക്കട മുഷ്ടിയിൽ അധിഷ്ഠിതമായിട്ടുള്ളതോ ആയിട്ടുള്ള വാദങ്ങൾ കേൾക്കുന്ന സമയത്ത്, ഞാൻ തന്നെ എൻ്റെ ഒരുപാട് വീഡിയോകളുടെ കമന്റുകളിൽ ഞാൻ അങ്ങനെ കാണാറുണ്ട്. അവരായിരിക്കുന്ന മതം മാത്രമാണ് സത്യം, അത് മാത്രമാണ് ശരി എന്നുള്ള ധ്വനിയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന വ്യക്തികൾ. അങ്ങനെ പറയുന്ന സമയത്ത് ഈ ആധുനിക യുഗത്തിൽ പ്രാകൃതമായിട്ടുള്ള ഒരു മനുഷ്യന്റെ പരിവേഷം കെട്ടുകയാണ്. തീർച്ചയായിട്ടും മതത്തിനടിമയായിക്കൊണ്ട് നമ്മൾ ഈ മതത്തിനെ പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് പല ആളുകളും നല്ല മനസ്സുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ വർഗീയമായിട്ട് ചിന്തിക്കാത്ത മതത്തിന്റെയോ മത നേതാക്കളുടെയോ മതം പഠിപ്പിക്കുന്നവരുടെ അടിമകളല്ലാത്ത ചില വ്യക്തികൾ എന്തുകൊണ്ടാണ് മതത്തിലേക്ക് ആകൃഷ്ടരാകുന്നത്, അല്ലെങ്കിൽ അവർ മതം അനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നത്? അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിഷ്പക്ഷരായിട്ടുള്ള നല്ല മനസ്സുള്ള നല്ല ഉദ്ദേശങ്ങളുള്ള മനുഷ്യർ മതത്തിന്റെ അടിമയായി പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് പല സമയത്തും ഓരോ മതങ്ങളും അഹിംസയുടെയും ധർമ്മത്തിന്റെയും കാരുണ്യത്തിന്റെയും അല്ലെങ്കിൽ കൈൻഡ്നസ്, സഹാനുഭൂതി, സ്നേഹത്തിന്റെയും ഒക്കെ കവറുകളിലായിട്ടാണ് വരുന്നത് എന്നുള്ളതാണ്. എല്ലാ മതങ്ങളും ഇങ്ങനെ പായ്ക്ക് ചെയ്യുന്ന സമയത്ത് നല്ല മനസ്സുള്ള അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസമുള്ള സമൂഹത്തിനും തങ്ങൾക്കും മറ്റുള്ളവർക്കും നല്ലത് വരണമെന്നുള്ള ജെനുവിനായിട്ടുള്ള ദൈവത്തിന്റെ
ആ ഒരു രീതിയിലുള്ള ചിന്ത ആത്മാവിൽ സന്നിവേശിപ്പിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ മതങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് പെട്ടെന്ന് അങ്ങ് ധരിച്ചു പോവുകയാണ്. പിന്നെ ഈ പറയുന്ന നന്മയുടെ വഴിയിലൂടെ പതിയെ ഇതിന്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഒരു കെണിയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. പല സമയത്തും ജീവജാലങ്ങളെയൊക്കെ കൂട്ടിലാക്കുന്നത് രുചികരമായിട്ടുള്ള ഭക്ഷണം കാണിച്ചുകൊണ്ടൊക്കെയാണ്. എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ എന്നും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള സ്നേഹം, ആത്യന്തികമായിട്ടുള്ള സമാധാനം, ആത്യന്തികമായിട്ടുള്ള സന്തോഷം, ദയ, അഹിംസ, അതുപോലെ തന്നെ ധർമ്മം, ഇതൊക്കെയാണ് മതങ്ങൾ പുറമേ കാണിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത്, ഈ കലിയുഗത്തിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് മതങ്ങൾ കൈയാളുന്നത് വ്യാജപ്രവാചകന്മാരായിട്ടുള്ള കാലം എത്തി എന്നുള്ളതാണ്. പണത്തിന് വേണ്ടി മതത്തിനെ പ്രചരിപ്പിക്കുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ നിലനിൽപ്പിനും അല്ലെങ്കിൽ അവരുടെ പവർ, അവരുടെ പരമാധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ ഈ പണവും രാഷ്ട്രീയവും കൂടി പൊളിറ്റിക്കൽ റിലീജിയൻ വരുന്ന സമയത്ത് ഒന്നായിട്ട് ചേരുകയാണ്. അപ്പൊ മണി ആൻഡ് പവർ, അതിനെ രണ്ടിനെയും നിലനിർത്താനായിട്ടുള്ള ഒരു ശക്തിയായിട്ട് പ്രാചീന കാലങ്ങളിലെ ഭീകര സ്വഭാവം ഉണ്ടായിരുന്ന നേതാക്കന്മാർ ഉപയോഗിച്ചിരുന്ന അതേ കാര്യം തന്നെ ഇന്ന് മോഡേൺ എറയിലും വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് സ്ട്രാറ്റജിക്കലായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർ മതത്തിന്റെ പ്രാകൃതമായിട്ടുള്ള സ്വഭാവങ്ങളിൽ മാറ്റം വരുത്തുന്നില്ല, പ്രാകൃതമായിട്ടുള്ള ഭയപ്പെടുത്തലുകളിൽ മാറ്റം വരുത്തുന്നില്ല, പ്രാകൃതമായിട്ടുള്ള അജ്ഞതകളെ അതുപോലെ തന്നെ കീപ്പ് ചെയ്യുകയാണ്. ഈ അജ്ഞതകളിൽ ഇത് കുടിച്ച് അന്ധരായി പോയിരിക്കുന്നതായിട്ടുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് കാണാൻ പറ്റാത്ത വ്യക്തികളാണ് മറ്റുള്ള ആൾക്കാരെ മതം പഠിപ്പിക്കുന്നത് എന്ന് വരുന്ന സമയത്ത് ഏറ്റവും അവതാളത്തിലേക്കുള്ള പ്രശ്നമായിട്ട് മാറുകയാണ്. കാരണം എനിക്കോ കണ്ണ് കാണാനായിട്ട് സാധിക്കുന്നില്ല, ഞാൻ ബാക്കിയുള്ള കണ്ണ് കാണാത്തവരെയും കൂടെ നയിച്ചുകൊണ്ട് എനിക്ക് എങ്ങോട്ട് പോകാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാണ്, ആ ഒരു ചോദ്യമാണ് ഇവിടെ നമുക്ക് മതത്തിന്റെ കാര്യത്തിലും കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് വർഗീയത പഠിപ്പിക്കുന്നതായിട്ടുള്ള മത നേതാക്കന്മാരെ ചില ആൾക്കാർ അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റു രീതിയിലുള്ള വർണ്ണവെറികളോ അല്ലെങ്കിൽ മറ്റു പല രീതിയിലുള്ള ഡിവിഷൻസിനെ പഠിപ്പിക്കുന്നതായിട്ടുള്ള ആൾക്കാർക്ക് ഇന്നും ഈ ആധുനിക എറയിലും ജനം സ്ഥാനം കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഈ ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തികളുടെ അശക്തി, ഈ മതങ്ങളിലെ ബാലിശമായിട്ടുള്ള സ്വഭാവങ്ങൾ, ഈ മതങ്ങൾ എങ്ങനെയാണ് ശാസ്ത്രത്തിനെ നിരാകരിച്ചിരിക്കുന്നത് എന്നുള്ളത് കാണുന്ന സമയത്ത്, ഈ മതങ്ങൾ പഠിപ്പിക്കുന്നതായിട്ടുള്ള അഹിംസ, സ്നേഹം, കാരുണ്യം, കൈൻഡ്നസ്, ഇതിനപ്പുറത്തേക്ക് ഈ മതങ്ങളുടെ ചരിത്ര വഴികളിലൂടെ നോക്കുന്ന സമയത്ത്, ഈ മതങ്ങൾ കാരണം മാത്രം ഉണ്ടായിട്ടുള്ള രക്തച്ചൊരിച്ചിലുകളുടെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന് അവന്റെ കോമൺ സെൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ആളുകൾ പഠിപ്പിക്കുന്നതായിട്ടുള്ള മതത്തിന്റെ ബാലിശമായിട്ടുള്ള സ്വഭാവം, മർക്കടമുഷ്ടിയായിട്ടുള്ള സ്വഭാവം ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ മതങ്ങളും പറയുന്നത് ഞങ്ങൾ മാത്രമാണ് ശരി എന്നുള്ളതാണ്. എന്നാൽ ഈ ശരി പറയുന്ന ഓരോ മതങ്ങൾ പറയുന്ന ദൈവങ്ങളും ഡിഫറൻ്റ് ആയിട്ടുള്ള ദൈവങ്ങളാണ്. ഒരു മതം മാത്രം പഠിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനാണ് ഏറ്റവും വലിയ ഇല്യൂഷൻ അല്ലെങ്കിൽ ഇരുട്ടിനായി പോകുന്നത്. അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇത് മാത്രമാണ് ശരി, ഇതാണ് വഴി, ഞാൻ ഈ രീതിയിലുള്ള റിച്വൽസുകൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു, ഞാൻ ഈ രീതിയിലുള്ള ചടങ്ങുകൾ ചെയ്യേണ്ടിയിരിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ദൈവം പ്രീതിപ്പെടുകയുള്ളൂ എന്നുള്ളത് അന്ധമായിട്ട് വിശ്വസിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ഈ രീതിയിൽ പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവം പ്രീതിപ്പെടുകയുള്ളൂ എന്നുള്ളത് അന്ധമായിട്ട് വിശ്വസിക്കുന്ന സമയത്ത് മറ്റു മതങ്ങളിലും ഇതേപോലെ തന്നെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റു മതങ്ങൾ വായിക്കാത്തത് കൊണ്ട് ഈ ഒരു കേവിനുള്ളിലേക്ക് കയറിയ മനുഷ്യൻ ഇത് മാത്രമാണ് സത്യം എന്നുള്ളത് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും പല മതങ്ങളും ഒരു കേവ് എഫക്റ്റ് തന്നെയാണ് നൽകുന്നത്. മനുഷ്യൻ ഭൂമിയിൽ സ്വതന്ത്രനായിട്ട് ജനിക്കുന്ന സമയത്ത് മനുഷ്യന് സ്വാതന്ത്ര്യം ഒരു ആൻസൈറ്റി സൃഷ്ടിക്കുകയാണ്. മനുഷ്യന്റെ ഉള്ളിൽ ഈ സ്വാതന്ത്ര്യം സൃഷ്ടിക്കുന്നതായിട്ടുള്ള ആശങ്ക അല്ലെങ്കിൽ ആകുലതയെ മാറ്റുവാനായിട്ട് അവൻ ജനിച്ചപ്പോൾ തന്നെ ഒരു ഭാഷയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് പെട്ടു. അതുപോലെ തന്നെ അവൻ ഒരു മതത്തിലേക്ക് പതിയെ കയറി വരികയാണ്. അപ്പൊ ആ കൂടെ നിന്ന് കഴിഞ്ഞാലേ അവന് സമൂഹത്തിന്റെ സപ്പോർട്ട് കിട്ടുന്നുള്ളൂ. അവന്റെ പലവിധ സ്വാതന്ത്ര്യങ്ങളെയും ത്യജിച്ചുകൊണ്ട് അവൻ ആ ഒരു പാമ്പ് ഒരു പൊത്തിലേക്ക് കയറുന്നത് പോലെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക്, ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക്, ഒരു മതത്തിലേക്ക്, ഒരു സംഘടനയിലേക്ക് ഒരു പാമ്പ് കയറുന്നത് പോലെ കയറി അവന്റെ സ്വാതന്ത്ര്യം കളഞ്ഞുകൊണ്ട്, മൈതാനത്തൂടെ ഇഴയുന്ന പാമ്പിന് പരുന്തിനെ പേടിയാണ്, ആ സ്വാതന്ത്ര്യം കളഞ്ഞുകൊണ്ടാണ് പാമ്പ് പൊത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ മനുഷ്യൻ ഓരോ പ്രസ്ഥാനങ്ങളാകുന്നതായിട്ടുള്ള കേവിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ ഈ കേവ് എഫക്റ്റിൽ കഴിയുകയാണ്. ഈ കേവിലേക്ക് ഇവരെ നയിക്കുന്നതായിട്ടുള്ള നേതാക്കന്മാരുണ്ട്. അവർ ഓൾറെഡി ആ കേവിൽ കഴിയുന്ന ആൾക്കാരാണ്. ഇതിന് പുറത്തേക്ക് ഒരു ലോകമുണ്ടെന്നുള്ളത് അതിൽ ഭൂരിപക്ഷം ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ്. എന്നാണോ മനുഷ്യൻ മതത്തിനപ്പുറത്തേക്ക് ദൈവത്തിനെ കാണാനായിട്ട് സാധിക്കുന്നത്, അന്നാണ് യഥാർത്ഥത്തിലുള്ള ധർമ്മവും യഥാർത്ഥത്തിലുള്ള അഹിംസയും യഥാർത്ഥത്തിലുള്ള സമാധാനവും സന്തോഷവും സ്വർഗീയമായിട്ടുള്ള അവസ്ഥയും പരബ്രഹ്മത്തിനെ പുൽകുന്നതായിട്ടുള്ള ആ ഒരു സനാതന ധർമ്മം ഈ ഭൂമിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത്. സനാതന ധർമ്മം എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ റിലീജിയസ് ആയിട്ട് ചിന്തിക്കും എന്നുള്ളതാണ്. ഞാൻ ഒരു റിലീജിയനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു വ്യക്തിയല്ല. അഹിംസയും സ്നേഹവും കരുണയും അധിഷ്ഠിതമായിട്ടുള്ള, എന്നാൽ വർഗീയത ഇല്ലാത്തതായിട്ടുള്ള ഒരു അവസ്ഥ
ഈ ഭൂമിയിൽ വരാനായിട്ട് പോകുന്നു എന്നുള്ളതിന്റെ മുന്നോടിയായിട്ടുള്ള സന്ദേശങ്ങൾ പകരാനായിട്ട് അതെന്റെ കർമ്മമായിട്ട് കാണുന്നതായിട്ടുള്ള ഒരു വ്യക്തി മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ മതത്തിനെ സ്വയം പഠിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേറെ ഒരുത്തം പഠിപ്പിക്കുന്ന സമയത്താണ് അവിടെ ചായ്വ് വരുന്നത്, ബയാസ് വരുന്നത്, വർഗീയത വരുന്നത്. അവന്റെ വാക്ചാതുര്യത്തിനനുസൃതമായിട്ട് ആളുകൾ അതിലേക്ക് ഒരു ട്രാൻസിലേക്ക് പെട്ടുപോകുന്നത്. അതിനപ്പുറത്തേക്ക് സ്വയം ഓരോ ഗ്രന്ഥങ്ങളും വായിക്കുന്ന സമയത്ത് സത്യത്തിനെ നമുക്ക് വിവേചിച്ചറിയാനായിട്ട് സാധിക്കുകയാണ്. ഓരോ ആൾക്കാരും വ്യാജമായിട്ട് പറയുന്നതായിട്ടുള്ള ദൈവാനുഭവങ്ങളെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയാണ്. ഓരോ കാര്യങ്ങളെയും ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെയാണ് മനുഷ്യരാശി ഇന്ന് ഈ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് ആധുനിക മനുഷ്യനായിട്ടുള്ള നമ്മൾ നമ്മുടെ തന്നെ വീഴ്ചകളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ തന്നെ കണ്ടുപിടുത്തങ്ങളുടെ പോരായ്മകൾ എന്താണെന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ഒരുപാട് ഇന്ധനം ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിന് സ്കേഴ്സിറ്റി വന്നു തുടങ്ങിയപ്പോൾ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസിലേക്കൊക്കെ മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ അതിനും പോരായ്മകളുണ്ട്. ആണവോർജത്തിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇനി നമ്മൾ റീചാർജബിൾ ബാറ്ററീസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിലേക്ക് വരുന്നതായിട്ടുള്ള മെറ്റീരിയൽസിന് വേണ്ടി നമുക്ക് ഭൂമിയെ വീണ്ടും ഉപദ്രവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മൾ ഇംപ്രവൈസേഷനിലൂടെ സയന്റിഫിക് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അതിന്റെ എവല്യൂഷന്റെ ഒരു ലീഡറായിട്ട് ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ് എലോൺ മസ്ക് എന്നുള്ള വ്യക്തി. കാരണം അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. നിങ്ങൾ ഏത് സ്കൂളിൽ പഠിച്ചു, നിങ്ങൾ എത്ര വരെ പഠിച്ചു എന്നുള്ളത് ഒരു വിഷയമേ അല്ല, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ വരൂ, ജോലി തരാം എന്നുള്ള രീതിയിൽ. ഇതാണ് യഥാർത്ഥത്തിലുള്ള എവല്യൂഷൻ. പരമ്പരാഗതമായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാവിധ വ്യൂ പോയിന്റുകളെയും കെട്ടുപാടുകളെയും ഭേദിച്ചുകൊണ്ട് മനുഷ്യൻ അടുത്ത തലത്തിലേക്ക് ഇവോൾവ് ചെയ്യുന്ന സമയത്ത് അതിനെ നയിക്കുന്ന നായകന്മാരെ നമുക്ക് തീർച്ചയായിട്ടും ദ ലീഡർ ഓഫ് എവല്യൂഷൻ എന്ന് വിളിക്കേണ്ടതായിട്ട് വരും. കാരണം ഇത്തരത്തിലുള്ള റിഫോർമേഷൻ നടത്തുന്നതായിട്ടുള്ള വ്യക്തികളെയാണ് ചരിത്രം ഓർത്തിരിക്കുന്നത് എന്നത് തന്നെ. പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്ന മനുഷ്യർ പിന്നീട് പല ദേവതമാരുടെ ഒക്കെ കാര്യങ്ങളിലേക്ക് പോവാണ്. അതിനുശേഷമാണ് പിന്നീട് ഏകദൈവ സങ്കല്പത്തിലേക്ക് വരുന്നത്. അതിനുശേഷമാണ് ഈ ഏകദൈവം തന്നെ പല രൂപഭാവങ്ങളിൽ പിരിഞ്ഞു പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അനു എന്ന് പറയുന്ന ദൈവത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനുവിന് ശേഷം വന്നതായിട്ടുള്ള പല ദൈവത്തിന്റെ രൂപഭാവങ്ങൾ, ബ്രഹ്മാവ്, യഹോവ, അള്ളാഹു തുടങ്ങി ഒരുപാട് രൂപഭാവങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ മതങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളാണ് പറയുന്നത്. എന്നാൽ ഏകദൈവത്തിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ ദൈവത്തിലേക്ക് എത്താനുള്ള പല രീതിയിലുള്ള കരുണയുടെയും സ്നേഹത്തിന്റെയും അഹിംസയുടെയും ധർമ്മത്തിന്റെയും മാർഗങ്ങൾ പറയുന്നതായിട്ടുള്ള ഈ മതങ്ങൾ തന്നെ ചരിത്ര വഴികളിലേക്ക് നോക്കുന്ന സമയത്ത് ഇവർ മാത്രം ഉണ്ടാക്കിയതായിട്ടുള്ള രക്തച്ചൊരിച്ചിലുകളും അല്ലെങ്കിൽ അടിമത്തങ്ങളും എത്രയാണെന്നുള്ളത് നമുക്ക് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ തന്നെ നമുക്ക് ഈ മതങ്ങളുടെ ഇരട്ടത്താപ്പ് നമുക്ക് വ്യക്തമായിട്ട് അവിടെ ദർശിക്കാനായിട്ടും സാധിക്കും എന്നുള്ളതാണ്. ഞാൻ തീർച്ചയായിട്ടും ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള ദൈവനിഷേധമോ മതനിന്ദയോ ഒന്നുമല്ല പറയുന്നത്. യുക്തിയുക്തമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സത്യങ്ങൾ വെളിവാകും എന്നുള്ളതാണ്. പല ആളുകളും ഞാൻ പല മതങ്ങളെക്കുറിച്ചും ഈ പറയുന്ന പല പേരുകളിൽ വിളിക്കപ്പെട്ട ദൈവത്തെക്കുറിച്ചും ഒക്കെ വീഡിയോ ചെയ്ത സമയത്ത് അതിൽ കമന്റ് ചെയ്യുകയുണ്ടായി. നിങ്ങൾ പറഞ്ഞത് ചിലത് തെറ്റാണ്, ചിലത് ശരിയാണ്. പരമാവധി പഠിച്ചിട്ട് യുക്തിയുടെ അടിസ്ഥാനത്തിൽ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. എന്നിരുന്നാലും വിമർശനങ്ങളെ ഞാൻ ഏറ്റുവാങ്ങുന്നു. തെറ്റുകൾ ഉണ്ടായിരിക്കാം, കാരണം അത് മനുഷ്യ സഹജമാണ്. പക്ഷെ ഇവിടെ ഞാൻ കണ്ട ഒരു അസഹിഷ്ണുത എന്ന് പറയുന്നത് ഞങ്ങളുടെ മതത്തെക്കുറിച്ച് പറഞ്ഞത് മാത്രം തെറ്റാണ്, ബാക്കി മതത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് രീതിയിലുള്ള വിമർശനം നടത്തിയാലും കുഴപ്പമില്ല, ഞങ്ങളുടെ മതത്തിലൂടെ ആ ട്രാക്കിൽ പോയാൽ മാത്രമേ ശരിയായിട്ടുള്ള അവസ്ഥയിലേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലുള്ള ധ്വനിയുള്ളതായിട്ടുള്ള കമന്റുകൾ ഞാൻ കാണുവാനായിട്ടിടയായി എന്നുള്ളതാണ്. അങ്ങനെയുള്ള കമന്റുകൾ മാത്രമല്ല, നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരുപാട് വ്യക്തികളെയും ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവരൊക്കെ ഈ അന്ധതയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അന്ധതയുടെ പുറത്തേക്ക് മനുഷ്യനെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോകളുടെ പരമമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം പലപ്പോഴും മതം ഓഫർ ചെയ്യുന്നതായിട്ടുള്ള ദൈവാനുഭവങ്ങൾ, ചില ആളുകൾ പറയും ഞാൻ ദൈവത്തെ എനിക്ക് കിട്ടി, അല്ലെങ്കിൽ എനിക്ക് യേശുവിനെ കിട്ടി, ദൈവത്തിനെ അനുഭവിച്ചു എന്നൊക്കെ പറയും. എന്ത് രീതിയിലുള്ള കിട്ടലുകളും അനുഭവങ്ങളുമാണ് ഇവർക്കുണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് പോസിബിലിറ്റിയേ ഉള്ളൂ. ഒന്ന്, മേൽക്കോയ്മയ്ക്ക് വേണ്ടി പറയുന്നു, എനിക്ക് ഇവരെക്കാളും മുകളിലുള്ള ഒരു സ്ഥാനം കിട്ടണമെങ്കിൽ ഞാൻ ദൈവമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളായിരിക്കണം. അപ്പം മതത്തിൻ്റെതായിട്ടുള്ള ഈ ദൈവത്തിനെ ഇവര് അങ്ങനെ എനിക്ക് കിട്ടി എന്നുള്ളത് അവരുടെ ഉപബോധ മനസ്സിനെ തന്നെ വിശ്വസിപ്പിച്ച് അങ്ങ് പറയുകയാണ്. രണ്ടാമത്തേത്, ഇവർക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള ഈ മതത്തിന്റെ അന്ധതയിലേക്ക് വരുന്നുണ്ട്, ഒരു ട്രാൻസ്, അല്ലെങ്കിൽ അതിന് വേണമെങ്കിൽ ഒരു ഹാലൂസിനേഷൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഒരു ഡെല്യൂഷൻ എന്ന് വിളിക്കാം, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സിഗ്മണ്ട് ഫ്രോയിഡിനെ പോലുള്ള ചിന്തകർ പറഞ്ഞിരിക്കുന്നത് റിലീജിയൻ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ മാനസിക പ്രശ്നം എന്നുള്ള രീതിയിൽ, ദ മാസ് ന്യൂറോസിസ് എന്ന് പറയുന്ന രീതിയിൽ. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ബുദ്ധിയുള്ള ആളുകൾ ഇത് കണ്ടു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മൾ ബുദ്ധിയില്ലാത്ത ആൾക്കാരാണോ?
തീർച്ചയായിട്ടും ഇതിനപ്പുറത്തേക്ക് ചിന്തിച്ചില്ലെങ്കിൽ നമ്മൾ ബുദ്ധിയില്ലാത്ത ആൾക്കാരാണെന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും ഒരു മതത്തിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ച് അടുത്ത മതത്തിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കുന്ന സമയത്ത് മതങ്ങൾ ഏതൊക്കെ മേഖലകളിലാണ് ഇതിന് വീക്ക് പോയിന്റ് ഉള്ളത്, എവിടെയൊക്കെയാണ് ഇതിന് ഇരട്ടത്താപ്പുകൾ ഉള്ളത്, ഈ ഗ്രന്ഥങ്ങളിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെ വേറെ ഒരു സ്ഥലത്ത് തിരുത്തി പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായിട്ട് പറയുന്നത് കാണാനായിട്ട് സാധിക്കും, ഇരട്ടത്താപ്പുകൾ കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ കാണുന്ന സമയത്ത് മതത്തിന്റെ മർക്കടമുഷ്ടിയും ബാലിശമായിട്ടുള്ള സ്വഭാവങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. അങ്ങനെ ഈ ഗുഹയുടെ അന്ധതയിൽ നിന്ന് മനുഷ്യൻ പുറത്തു വരുന്നത് എന്നാണോ അന്നാണ് മനുഷ്യരുടെ ഇടയിലുള്ള വിഭാഗീയത മാഞ്ഞു പോകുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയല്ലേ എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കുക. ഇത്രയും കാലങ്ങളായിട്ട് ഈ മതങ്ങളൊക്കെ കൈൻഡ്നെസ്സും അല്ലെങ്കിൽ സ്നേഹവും അഹിംസയും ഒക്കെ പഠിപ്പിച്ചിട്ടും പല രീതിയിൽ മനുഷ്യൻ പിന്നെയും വിഭജിച്ച് പോവുകയാണ്. മനുഷ്യന്റെ ഇടയിലെ അഗ്രഷൻ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മതങ്ങളെ ഈ ആധുനിക കാലത്ത് അതിൽ വിശ്വസിച്ച് പോവുക എന്ന് പറയുമ്പോൾ അത് ഒരു ഫ്രസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. റിലാക്സ് ആകാനുള്ള മനുഷ്യന്റെ വഴികൾ എന്താണെന്നുള്ളത് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. ശാസ്ത്രീയമായിട്ട് മനുഷ്യൻ എങ്ങനെയാണ് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഹെൽത്തിലേക്ക് വരേണ്ടത് എന്നുള്ളത് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. മതത്തിന്റെ അന്ധവിശ്വാസങ്ങൾ ഇന്നും നമ്മുടെ കേരളത്തിന്റെ കരയിൽ പോലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പല രീതിയിൽ ഏതെങ്കിലും പ്രവാചകന്മാരുടെ ഏതെങ്കിലും അവശിഷ്ടങ്ങളെ അല്ലെങ്കിൽ ഏതെങ്കിലും വിശുദ്ധന്മാരുടെ അവശിഷ്ടങ്ങളെ ഒക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള അവസ്ഥ, ചില സമയത്ത് അവരുടെ ഡെഡ് ബോഡി കേടാകാതെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ അതിനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ അതിനോട് കാര്യങ്ങൾ അതിനെ വലിയൊരു പവിത്രമായിട്ടുള്ള സംഗതിയായിട്ട് കാണുന്നതായിട്ടുള്ള ഒരു അവസ്ഥ. അതുപോലെ തന്നെ സമാധിയായി എന്നും പറഞ്ഞ് ഒരു മനുഷ്യനെ ഒരു സ്ഥലത്ത് അവരോധിച്ചതിന് ശേഷം അവിടെയാണ് പിന്നെ ഈശ്വരനെ കാണുന്നത്. ഇത് മതങ്ങളുടെ അതേ രീതി തന്നെയാണ്. കാരണം ഓരോ മനുഷ്യനും ഓരോ മിനിറ്റിലും ഒരാൾ ദൈവമാകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ എന്ന് പറയേണ്ടതായിട്ട് വരും. ഓരോ മിനിറ്റിലും ഒരു പുതിയതായിട്ടുള്ള ഒരു ദേവാലയം വരുന്ന സമയത്ത് ഇവിടെ മാത്രമാണ് ദൈവം, അവിടേക്ക് ദൈവത്തിന്റെ ശക്തിയെ ആവാഹിച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ദൈവത്തിന്റെ ശക്തി ഉള്ളിടത്തേക്കാണ് പണം ഒഴുകി വരുന്നത്. അതാണ് ഇതിന്റെ രഹസ്യം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെയാണ് യഥാർത്ഥത്തിൽ ദൈവത്തിനെ കാണാനായിട്ട് സാധിക്കുന്നത്. മതങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഇല്യൂഷൻ അല്ലെങ്കിൽ മിഥ്യകൾ അല്ലെങ്കിൽ മായകളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ എത്ര പേരുണ്ട് അങ്ങനെ എവല്യൂഷന്റെ ഭാഗമായിട്ട് ഒരു റവല്യൂഷണറിയെ പോലെ ചിന്തിക്കാനായിട്ട് സാധിക്കുന്ന ആൾക്കാർ? എത്ര പേർക്ക് സാധിക്കും നിങ്ങൾ വിശ്വസിക്കുന്നതായിട്ടുള്ള മതത്തിലും ആത്മീയതയിലും വലുതായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു എവല്യൂഷൻ കൊണ്ടുവരാനായിട്ട്? ഈ എവല്യൂഷൻ എന്ന് പറയുന്നത് മറ്റുള്ള ആൾക്കാരുടെ അടുത്തേക്ക് പോയിട്ട് പ്രീച്ച് ചെയ്യുമൊന്നും വേണ്ട, നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു വിപ്ലവം ഉണ്ടാക്കാനായിട്ട് എത്രത്തോളം ആൾക്കാർക്ക് സാധിക്കുമെന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് ഭാവിയിൽ മനുഷ്യൻ എത്രത്തോളം ഹാർമണിയോടുകൂടി ജീവിക്കുന്നു എന്നുള്ളത് ഉരുത്തിരിഞ്ഞു വരുന്നത്. മതങ്ങൾ ഭയപ്പെടുത്തിയാണ് നിലനിൽക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല മതങ്ങളെയും ഇന്ന് വിമർശിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെ വിമർശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവന് കൈയുണ്ടാവില്ല, കാലുണ്ടാവില്ല, തലയുണ്ടാവില്ല. എന്നാൽ ചില മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ്, അവർ കുറച്ചും കൂടി മാറ്റങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള മതങ്ങൾ ഫ്ലെക്സിബിൾ ആകുന്നത് കൊണ്ട് തന്നെ തീവ്ര സ്വഭാവമുള്ള ആൾക്കാർ അങ്ങനെയുള്ള മതങ്ങളിൽ ഇല്ല എന്നുള്ളതാണ്. എന്തു തന്നെയാണെങ്കിലും പുരാതന കാലത്തിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ അന്ന് തൊട്ട് ഇന്ന് വരെ ഈ ഭയത്തിന്റെ നിഴലിൽ മതങ്ങൾ കൊണ്ടുപോകുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം അങ്ങ് പേടിപ്പിക്കുകയാണ്. ജീവിക്കാനായിട്ടും സർവൈവ് ചെയ്യാനായിട്ടും ശ്രമിക്കുന്നതായിട്ടുള്ള മനുഷ്യനെ ദൈവം അങ്ങ് പേടിപ്പിക്കുകയാണ്. നീ ഇങ്ങനെ ചെയ്താൽ കുറ്റം, നീ അങ്ങനെ ചെയ്താൽ കുറ്റം. തീർച്ചയായിട്ടും കുറ്റകരമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. അത് നമുക്ക് എത്തിക്സിന്റെയും മൊറാലിറ്റിയുടെയും വാല്യൂസിന്റെയും അഹിംസയുടെയും ധർമ്മത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്ന സമയത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ വിചാരിക്കും ഈ അറിവൊക്കെ നമുക്ക് തന്നത് മതങ്ങളല്ലേ എന്ന്. തീർച്ചയായിട്ടും ഈ അറിവുകളൊക്കെ തന്നത് മതങ്ങളാണ് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മുടെ പൂർവികർ മതത്തിനപ്പുറത്തേക്ക് ശേഖരിച്ചു വെച്ചതായിട്ടുള്ള പല സംഹിതകളിൽ നിന്നാണ് പിന്നീട് വന്ന ചില ആളുകൾ മതമായിട്ട് രൂപപ്പെടുത്തി കാര്യങ്ങളെ കൊണ്ടുവരുന്നത്. സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഇല്യൂഷനിലേക്ക് ഒരുപാട് ആൾക്കാർ അട്രാക്ഷൻ ആയിട്ട് പോയതാണ്. എനിക്കിങ്ങനെ എക്സ്റ്റസി ഉണ്ടായി, ഈ എക്സ്റ്റസിയാണ് സത്യം, അതാണ് ജ്ഞാനോദയം എന്ന് പഠിപ്പിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. എനിക്കുണ്ടായ കുണ്ടലിനി ഉണർവെന്ന് പറയുന്ന അത് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പണം വേണ്ട, ഒന്നും വേണ്ട, പിന്നെ ഞാൻ അങ്ങോട്ട് ദൈവമായി എന്ന് പറയുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പഠനങ്ങളുണ്ട്. തീർച്ചയായിട്ടും എന്താണ് കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത്? ഫ്രോയിഡ് പറഞ്ഞിരിക്കുന്നത് സെക്ഷുവൽ അല്ലെങ്കിൽ ലിബിഡൽ എനർജിയാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത്. തീർച്ചയായിട്ടും അതിനെ ഒരു സെക്ഷുവൽ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ആ ഒരു രീതിയിലല്ല ചിന്തിക്കേണ്ടത്. അതൊരു ലൈഫ് ഫോഴ്സ് ആയിട്ടാണ് ചിന്തിക്കേണ്ടത്. ഈ ലൈഫ് ഫോഴ്സിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് യഥാർത്ഥത്തിലുള്ള കുണ്ടലിനി ഉണർവ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം റിഫൈൻ ആയും മഹത്വമുള്ളതായിട്ടും അല്ലെങ്കിൽ ചേഞ്ച് ഉണ്ടാക്കാനും എവല്യൂഷൻ ഉണ്ടാക്കാനും കാരണമാകുന്നുണ്ടോ അത്രത്തോളം എന്റെ കുണ്ടലിനി ശക്തി ഉയർന്നു വന്നത് മാനിഫെസ്റ്റ് ചെയ്യുകയാണ് എന്നുള്ളത് പറയേണ്ടതായിട്ട് വരും. നല്ലൊരു ഗായകൻ മനോഹരമായിട്ട് ഗാനം പാടുന്ന സമയത്ത് അവന്റെ ലൈഫ് ഫോഴ്സ് ആണ് അവിടെ, അവന്റെ പ്രാണനാണ് അവിടെ മനോഹരമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. നല്ലൊരു ചിത്രകാരൻ ചിത്രം വരയ്ക്കുന്ന സമയത്തും ഒരു വാഗ്മി പ്രസംഗിക്കുന്ന സമയത്തും ഒരു എഴുത്തുകാരൻ എഴുതുന്ന സമയത്തും ഒക്കെ അവിടെയാണ് യഥാർത്ഥത്തിൽ കുണ്ടലിനി ശക്തിയുടെ ശിവതാണ്ഡവം ആടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതിന് പകരം
മറ്റാരൊക്കെയോ പഠിപ്പിച്ചതായിട്ടുള്ള ഞാൻ കാണിക്കുന്ന ദൈവമാണ് യഥാർത്ഥത്തിലുള്ള ഈ ശക്തി, യഥാർത്ഥത്തിലുള്ള എക്സ്റ്റസി, യഥാർത്ഥത്തിലുള്ള ദൈവിക അനുഭവം എന്ന് പറഞ്ഞ് നമ്മൾ മിഥ്യയുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എപ്പോഴും സ്റ്റിമുലേഷൻ വേണമെന്നുള്ളതാണ്. അത് നമ്മൾ പുറത്തുള്ള ലോകത്ത് തേടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മതത്തിലൂടെ സഞ്ചരിച്ച അവസാനം ഒരു നിരാശയുടെയും പരാജയത്തിന്റെ അവസ്ഥയിലേക്ക് എത്തുന്നത്. പല മതങ്ങളും ഇങ്ങനെ ഭയപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ പുരാതന കാലങ്ങളിൽ അവർ ശാസ്ത്രീയമായിട്ട് മാറ്റങ്ങൾ വന്ന സമയത്ത് അക്സെപ്റ്റ് ചെയ്യാതെ പോയത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗലീലിയോ ഗലീലി ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്, എന്തൊക്കെയാണ് ആ കാലഘട്ടത്തിലുണ്ടായ പ്രശ്നങ്ങൾ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. 5000 വർഷം മുന്നേ ഉള്ള ഒരു മനുഷ്യൻ ഒരിക്കലും ചിന്തിക്കാത്തതായിട്ടുള്ള അവസ്ഥകളിലേക്ക് നമുക്കിന്ന് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരിക്കലും ചിന്തിക്കാത്തതായിട്ടുള്ള അവസ്ഥകളിലേക്ക് ഭാവിയിൽ 5000 10,000 വർഷമൊക്കെ കഴിയുന്ന സമയത്ത് മനുഷ്യൻ എത്തിച്ചേരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പല മതങ്ങളും പുരാതന കാലത്തെ ഭൂതകാല വിശ്വാസങ്ങളിൽ ഇന്നും ജീവിക്കുകയാണ്. ഭൂതകാല വിശ്വാസങ്ങളിൽ നിന്ന് മാറ്റത്തിന് വിധേയമായിക്കൊണ്ട് മാറ്റത്തിനെ പുൽകാൻ സാധിക്കാതെ, ട്രാൻസ്ഫോർമേഷനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാതെ വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യന്റെ സ്വഭാവത്തിലേക്ക് തട്ടിച്ചു നോക്കുകയാണെങ്കിൽ പോലും അത് ബാലിശമായിട്ടുള്ള അവസ്ഥയാണ്, അത് മർക്കടമുഷ്ടിയാണ്, അതൊരു ശേഷിക്കുറവാണ്. ദാറ്റ് ഈസ് ലാക്ക് ഓഫ് സംതിങ് എന്നുള്ളത് അതൊരു എവല്യൂഷന്റെ തടസ്സമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ദ സെയിം ഈസ് ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് റിലീജിയൻ ടു. അതുകൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും, എല്ലാ മതങ്ങളും പറയുന്നത് ശരിയാണ് എന്ന് അവർ പറയുമ്പോൾ എല്ലാ മതങ്ങളും പറയുന്നത് തെറ്റുമാണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം. കാരണം മതങ്ങൾ ജനിച്ചതും ജീവിക്കുന്നതും മനുഷ്യന്റെ ഭയം, അജ്ഞത, പ്രതീക്ഷ ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഓരോ മതത്തിന്റെയും ജനനം അങ്ങനെയാണ്. ആദ്യകാലത്ത് മതങ്ങൾ ജനിക്കുന്നത് ഇങ്ങനെയാണ് എന്നുള്ളത് യുക്തിപരമായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. പിന്നീട് മതങ്ങളുടെ പരിണാമം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ദർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാരതത്തിന്റെ മണ്ണിലും ജനിച്ചത് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സർവകർ ഇവിടെ ഉണ്ടായിരുന്നു. അൾട്ടിമേറ്റ് ആയിട്ടുള്ള മെറ്റീരിയലിസത്തിൽ മാത്രം വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാർ, നാസ്തികരുണ്ടായിരുന്നു ഇവിടെ. സംഖ്യാശാസ്ത്രത്തിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. ജൈന മതത്തിൽ അല്ലെങ്കിൽ ജൈന എന്ന് പറയുന്ന ആ ഒരു തോട്ട് സ്ട്രീം, ബുദ്ധിസം എന്ന് പറയുന്ന ആ ഒരു തോട്ട് സ്ട്രീം, ഈ പല കാര്യങ്ങളും ദൈവത്തിനെ നിരാകരിച്ചിട്ടുണ്ട്. ചിലത് ദൈവത്തിനെയും അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള വളർച്ചയടക്കമുള്ള ആ കാര്യങ്ങളൊക്കെ നിരാകരിച്ച് ഇതിൽ പറയുന്ന മെറ്റീരിയലിസത്തിൽ മാത്രം അധിഷ്ഠിതമായിട്ടുള്ള ചിന്താധാരകൾ ഈ പറഞ്ഞ കൂട്ടത്തിലുണ്ട്. എന്നാൽ ബുദ്ധിസത്തിലേക്കും ജൈനിസത്തിലേക്കും വരുന്ന സമയത്ത് അവിടെ ആത്മീയ വളർച്ച എന്ന് പറയുന്ന കാര്യം അത് തപസ്യയിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ ധർമ്മത്തിലൂടെയും അഹിംസയിലൂടെയുമാണ് നമുക്ക് ആത്മീയ വളർച്ച പ്രാപിക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഒരു ദൈവത്തിന്റെ സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു ദൈവത്തിനെ വലിയൊരു സംഭവമായിട്ട് കാണുന്ന അവസ്ഥ നിരാകരിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അവര് പ്രസന്റിലേക്ക് ഫോക്കസ് ചെയ്ത് യാഥാർത്ഥ്യത്തിൽ ജീവിക്കൂ എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ സഹജീവികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നുള്ളതും അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എത്രയോ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള റിലീജിയൻസ് ആണ് ഇതൊക്കെ. അവിടെ ജീവജാലങ്ങളെ ഒന്നും ഉപദ്രവിക്കുന്ന അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. തീർച്ചയായിട്ടും ഈ പറയുന്ന മാംസഭോജനമൊക്കെ വർജിക്കുന്നതായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ബുദ്ധിസത്തിലും ജൈനിസത്തിലും ഒക്കെ ആണ്. ഏറ്റവും പ്യുവറസ്റ്റ് ആയിട്ടുള്ള ഭക്ഷണ രീതികളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത് അവിടെയാണ്. അത് ഹെൽത്തി ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. കാരണം ഇപ്പൊ നമുക്ക് ശാസ്ത്രത്തിന്റെ സഹായം കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട്. അതുപോലെ തന്നെ സംഘത്തിനെയും നിർദൈവവാദത്തിനെയും ഒക്കെ നമുക്ക് നമ്മുടെ ഭാരതത്തിന്റെ മണ്ണിൽ തന്നെയുള്ള പല വിധത്തിലുള്ള ചിന്താധാരകളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ബുദ്ധിസത്തിന്റെയും ജൈനിസത്തിന്റെയും, ഞാൻ ഇതിനെയൊക്കെ ഒന്നൊരു മതമെന്ന് പറഞ്ഞ് ചുരുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, ചിന്താധാരകൾ എന്നാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ ഇപ്പോൾ ഞാൻ പറഞ്ഞതായിട്ടുള്ള ഈ തോട്ട് സ്ട്രീമുകളുടെ ഒക്കെ ഒരു എസൻസ് എന്ന് പറയുന്നത് അഹിംസ പരമോ ധർമ്മ എന്ന് പറയാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അഹിംസ അതാണ് പരമമായിട്ടുള്ള ധർമ്മം, അല്ലെങ്കിൽ അഹിംസയ്ക്കുള്ള പ്രാധാന്യം, ധർമ്മത്തിനുള്ള പ്രാധാന്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇതിന്റെയൊക്കെ ഒരു ഇഫക്റ്റ് നമുക്ക് സനാതന ധർമ്മത്തിന്റെ ഫോർമേഷനിലൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ ഇൻഫ്ലുവൻസ് നമുക്ക് ഹിന്ദുസത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഹിന്ദുസിലേക്ക് വരുന്ന സമയത്ത് പിന്നീട് മറ്റ് സംസ്കാരങ്ങളുമായിട്ട് ഇഴുകിച്ചേർന്ന് ആര്യന്മാര് വന്നിട്ടുണ്ട്. ആ ഒരു കാര്യം നമുക്കറിയാവുന്നതാണ്. മധ്യേഷ്യയിൽ നിന്ന് അത് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനുമായിട്ട് അവരുടെ പൂർവികർക്ക് ഇന്ററാക്ഷൻ ഉണ്ടായിട്ടുണ്ടെന്നുള്ള ചിന്തകളുണ്ട്. ഒരുപാട് തിയറികളുണ്ട്. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഒരുപാട് ഡിബേറ്റുകൾക്ക് പാത്രമായിട്ടുള്ള അവസ്ഥകളാണ്. എന്തു തന്നെയാണെങ്കിലും അവർ വന്ന സമയത്ത് അവർ കൊണ്ടുവന്നതായിട്ടുള്ള സാംസ്കാരിക വൈവിധ്യം, അത് ഇവിടെയുള്ള സംസ്കാരങ്ങളുമായിട്ട് സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു ഇഴുകിച്ചേരലും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. എന്ന് കരുതി ഇവർ നിഷ്കർഷിച്ചിരിക്കുന്ന ദൈവങ്ങൾ അതേ സ്വഭാവത്തിൽ തന്നെ ഫോളോ ചെയ്യണം, അതേ രീതിയിൽ ഹോമം ചെയ്യണം, അതേ രീതിയിൽ യാഗം ചെയ്യണം, അതേ രീതിയിൽ തപസ് ചെയ്യണം എന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല എന്നുള്ളതാണ്.
നമ്മൾ ഏറ്റവും നല്ലൊരു ലിബറേഷൻ അല്ലെങ്കിൽ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ദൈവികമായിട്ടുള്ള ഒരു ദർശനം നമുക്ക് പ്രപഞ്ചത്തിലും നമ്മളിലും നമുക്ക് ദൈവത്തിന്റെ ആ ഒരു എക്സിസ്റ്റൻസ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. പല മതങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് അനാവശ്യമായിട്ടുള്ള ആചാരങ്ങൾ കാണാനായിട്ട് സാധിക്കും. എല്ലാ മതങ്ങളിലും ഉണ്ട്. ഈ ആചാരങ്ങളുടെ ഒക്കെ ആവശ്യകത എന്താണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും സൊസൈറ്റിയോടൊപ്പം ജീവിച്ചു പോകണം. ചിലപ്പോൾ നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാർ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിലൊക്കെ നിന്നു കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം. അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ യുക്തിപരമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഈ ആചാരങ്ങളുടെയൊക്കെ അർത്ഥം എന്താണ്? ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ അതൊക്കെ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ എന്നുള്ള രീതിയിൽ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. ഈ പറയുന്ന ഭയം, അജ്ഞത, അതുപോലെ തന്നെ പ്രതീക്ഷ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ മനുഷ്യനെ നിലനിർത്താനായിട്ട് പലപ്പോഴും ആചാരങ്ങൾ ആവശ്യമായി വന്നിട്ടുണ്ടായിരിക്കാം. എന്നിരുന്നാലും ഇന്നും ഈ ആചാരം ചെയ്താൽ മാത്രമേ ഒരു മനുഷ്യൻ ശുദ്ധനാകുന്നുള്ളൂ, അല്ലെങ്കിൽ അവൻ ആത്മീയ അനുഭവം ഉണ്ടാകുന്നുള്ളൂ, അവന്റെ പാപങ്ങൾ ക്ഷമിക്കുന്നുള്ളൂ, അവന് വളർച്ച പ്രാപിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ, അവന് ജ്ഞാനോദയം ലഭിക്കുന്നുള്ളൂ എന്നൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം യുക്തിപരമായിട്ട് ആർക്കും പറയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അനാചാരങ്ങൾക്കൊപ്പം തന്നെ അന്ധവിശ്വാസങ്ങൾക്കൊപ്പം തന്നെ മതം മനുഷ്യനിലേക്ക് കുത്തിവെച്ചതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് സങ്കുചിതമായിട്ടുള്ള മനസ്ഥിതിയാണ്. ഈ കാര്യത്തിനെ കുറിച്ച് അന്വേഷിക്കരുത്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത്, ഇതിനെപ്പറ്റി ചോദിക്കരുത് എന്ന് പല മതഗ്രന്ഥങ്ങളിലും പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനുഷ്യന്റെ ചിന്താശേഷിയെ അവിടെ കുറച്ചു വെക്കുകയാണ്, അവിടെ ലിമിറ്റ് ചെയ്ത് അതിനൊരു പരിധി ഉണ്ടാക്കി വെക്കുകയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ ചിന്താശേഷിയെ ചുരുക്കി വെക്കുകയാണ് മതങ്ങൾ ഇതിലൂടെ ചെയ്യുന്നത്. നമ്മൾ എവല്യൂഷൻ പ്രാപിച്ചിരിക്കുന്നത് ചോദ്യം ചെയ്യേണ്ടവയെ ചോദ്യം ചെയ്തു തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യന്റെ ചെറുതായിട്ടുള്ള കാര്യങ്ങളെ നോക്കി വിധിക്കുന്നവനല്ല ദൈവം. ആത്യന്തികമായിട്ട് അഹിംസയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവന് മറ്റുള്ളവരിൽ നിന്ന് അവനും അഹിംസ ലഭിക്കുമെന്നുള്ളതാണ്. ഹിംസയിൽ പ്രവർത്തിക്കുന്നതിന് ഹിംസ ലഭിക്കുമെന്നുള്ളതാണ്. ഇതൊക്കെ വേദകാലഘട്ടത്തിൽ തന്നെ പറഞ്ഞു വെച്ചതായിട്ടുള്ള കാര്യമാണ്. കർമ്മം എന്ന സങ്കല്പത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലാതെ ഇതൊന്നും ഏതെങ്കിലും ഒരു സെമിറ്റിക് റിലീജിയന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എബ്രഹാമിക് റിലീജിയന്റെയോ സംഭാവനയാണ് എന്നുള്ളത് പറയാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം സത്യം പറഞ്ഞവൻ ആരാണോ അവനാണ് ആ സത്യത്തിന്റെ ഉപജ്ഞാതാവ്. അതുപോലെ തന്നെ അവനെ കേട്ടിട്ടില്ല, അവന്റെ അടുത്തു നിന്ന് ആ സത്യത്തിനെ മനസ്സിലാക്കിയിട്ടല്ല മറ്റൊരുത്തൻ അതേ സത്യം മറ്റൊരിടത്ത് അവതരിപ്പിക്കുന്നതെങ്കിൽ ഈ രണ്ട് സത്യങ്ങളും യൂണിവേഴ്സൽ ട്രൂത്ത് ആയിട്ട് നിലനിൽക്കും എന്നുള്ളതാണ്. സോ യൂണിവേഴ്സൽ ട്രൂത്ത് നമുക്ക് മുൻപ് തന്നെ അറിയാവുന്ന കാര്യമാണ് കർമ്മം എന്ന് പറയുന്നത്. അപ്പൊ അഹിംസയിൽ അധിഷ്ഠിതമായിട്ട് പോകുന്ന സമയത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് മനുഷ്യന് ബോധം വെച്ച നാളിൽ മനുഷ്യൻ മനസ്സിലാക്കി എന്നുള്ളതാണ്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്താണ് മനുഷ്യൻ പരസ്പരമുള്ള അക്രമങ്ങളിൽ നിന്ന് കുറഞ്ഞ് ഒരു യൂണിറ്റിയോട് കൂടി ഒരുപക്ഷെ ആ ഒരു ബാർബേറിയൻ ആയിട്ടുള്ള നൊമാഡിക് നേച്ചറിൽ നിന്ന് മാറിയിട്ട് ഒരു സംഘടിതമായിട്ടുള്ള ഒരു സംസ്കാരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സിവിലൈസേഷനിലേക്ക് എത്താനായിട്ട് കാരണമായിട്ടുള്ളതും. പിന്നീട് ഇതിനെ കോപ്പി അടിച്ചും അല്ലാതെ പല രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ മതങ്ങൾ തങ്ങളാണ് ഇതിന്റെയൊക്കെ ഉപജ്ഞാതാക്കൾ, തങ്ങളാണ് റിഫോർമേഷൻ നടത്തിയത്, തങ്ങളാണ് ആധുനികമായിട്ടുള്ള ശാസ്ത്രീയ മതം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൾച്ചറുകളിൽ കൂടെ ട്രാൻസ്ഫോർമേഷനിൽ കൂടെ വന്നതായിട്ടുള്ള ട്രാൻസിഷനിലൂടെ വന്നതായിട്ടുള്ള ഇത്തരത്തിലുള്ള നോളജുകൾ എല്ലാ മേഖലകളിലേക്കും എത്തി. അതിനെ ചില വ്യക്തികൾ മതത്തിന്റെ ചട്ടക്കൂടിലേക്ക് കൊണ്ടുവന്നിട്ട് ഞങ്ങളാണ് ഇതിന്റെ ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്ന സമയത്താണ് അടുത്തതായിട്ടുള്ള മതത്തിന്റെ പ്രശ്നം തുടങ്ങുന്നത് എന്നുള്ളതാണ്. പല മതങ്ങളും മനുഷ്യൻ പൂർണ്ണനാണ് എന്ന് പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ മനുഷ്യൻ പൂർണ്ണനാണോ? പല കാര്യങ്ങളിലും നമ്മളെക്കാൾ ശക്തിയുള്ള ഒരുപാട് ജീവജാലങ്ങളുണ്ട്. വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിയായിരുന്നു നമ്മളെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒന്നുകൂടെ പൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിയേനെ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് പല രീതിയിലുള്ള പരിമിതികളുണ്ട്. ഒരു കുരങ്ങൻ കയറുന്നത് പോലെ മരമൊക്കെ ഈസി ആയിട്ട് നമുക്ക് കയറാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നമുക്ക് പല രീതിയിലുള്ള പരിണാമങ്ങളും പരിമിതികളും ഉണ്ട് എന്നുള്ളതാണ്. അതിനെ പരിണാമത്തിലൂടെ നമ്മൾ പയ്യെ പയ്യെ കുറച്ചൊക്കെ ഓവർകം ചെയ്യും. എന്നാലും അതൊക്കെ നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് ഏതൊരവസ്ഥയിൽ പോകുന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്ത് തന്നെയാണെങ്കിലും മനുഷ്യൻ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സമ്പൂർണനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവം എന്നൊക്കെ പറയുന്ന സമയത്ത് അടുത്തതായിട്ടുള്ള ഏറ്റവും മണ്ടത്തരമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഒരുപാട് കുറവുകളുണ്ട് നമ്മുടെ ഈ സ്ട്രക്ചറിന് എന്നുള്ളതാണ്. ബിക്കോസ് നമ്മൾ എവോൾവ് ചെയ്തു വന്നു അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ചതാണെങ്കിൽ അവിടെയാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. പരിപൂർണമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ സ്വന്തം ശരീരത്തിനെ കുറിച്ചും മനുഷ്യന്റെ പരിമിതികളെ കുറിച്ചും ചിന്തിക്കുന്ന സമയത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയും നമുക്ക് ബുദ്ധിസത്തിലും ജൈനിസത്തിലും അല്ലെങ്കിൽ ധർമ്മശാസ്ത്രത്തിലും ഒക്കെ പോകുന്ന സമയത്ത് നമ്മുടെ പരിമിതികളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് യാഥാർത്ഥ്യത്തിൽ ജീവിക്കൂ എന്നുള്ള ഒരു സന്ദേശം നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അഗ്രസീവ് ആയിട്ടുള്ള റിലീജിയൻസ് എന്താണ് പറയുന്നത്? കാലില്ലാത്തവന് കാല് ലഭിക്കട്ടെ, അല്ലെങ്കിൽ കാഴ്ചയില്ലാത്തവന് കാഴ്ച ലഭിക്കട്ടെ എന്ന് അഗ്രസീവായിട്ട് പറഞ്ഞിട്ട് അവനെ മിഥ്യയിലാക്കുകയാണ്.
യഥാർത്ഥത്തിൽ അവൻ അതിനെ അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അവന് സന്തോഷത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കും. ആത്മീയ അനുഭവങ്ങളുടെ പെരുമഴയാണ് പല മതങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സമാധിയായിട്ടുള്ള വാർത്തയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സമാധിയായിട്ടുള്ള ആളിരിക്കുന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചാൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കും. പ്രത്യേക രീതിയിലുള്ള ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അവിടെ ഇങ്ങനെയൊക്കെ പോയി പ്രാർത്ഥിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇന്ന രീതിയിലുള്ള നേർച്ച കാഴ്ചകൾ നടത്തിയാൽ മാത്രമേ കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയൊക്കെ പല രീതിയിലും പല മതങ്ങളും പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇതൊക്കെ സത്യമാണോ എന്നുള്ളത് നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മതങ്ങളുടെ ബാലിശമായിട്ടുള്ള മർക്കടമുഷ്ടിയായിട്ട് മാത്രം നമുക്ക് എഴുതി തള്ളാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ്. ബട്ട് ഹ്യൂമാനിറ്റി ഈസ് ഇൻ ദാറ്റ് ട്രാപ്പ് എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യൻ അത്ഭുത ശക്തി തേടിയിരിക്കുകയാണ്. എന്നിൽ എപ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്? എക്സ്റ്റസി എപ്പോഴാണ് എനിക്ക് ഉണ്ടാകുന്നത്? കുണ്ടലിനി എപ്പോഴാണ് ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ എനിക്ക് ആ ഒരു അനുഭവം ഉണ്ടാകുന്നത്? പരിശുദ്ധാത്മാവ് എപ്പോഴാണ് എന്നിലേക്ക് എഴുന്നള്ളി വരുന്നത്? എനിക്ക് ദൈവം എപ്പോഴാണ് എന്നെ കരയേറ്റുന്നത്? എന്റെ പാപങ്ങളൊക്കെ ക്ഷമിച്ച് നേരെ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി ഞാൻ മരിച്ചു കഴിഞ്ഞു, എന്റെ കാത്തിരിപ്പ് ഞാൻ തുടരുകയാണ്. എന്നീ ദൈവം വന്ന് ഉണർത്തും, എന്നീ ദൈവത്തിന്റെ പ്രവാചകന്മാർ വീണ്ടും വരും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഈസ് നോ ആൻസർ. പല മതങ്ങളും ഞാൻ മുൻപുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പല മതങ്ങളും കുറെ ഹിൻസ് തരുന്നുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും അതിന് മുന്നേ ഉള്ള മനുഷ്യന്റെ അറിവുകൾ മാത്രമാണ് ഈ മതങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ ഇതൊക്കെ പറയാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും മതങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളൊന്നുമല്ല, മതങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ ഈ കാര്യം പറയാൻ വേണ്ടി തന്നെയാണ്. അതുവരെ മനുഷ്യനുണ്ടായിരുന്ന അറിവുകൾ മാത്രമാണ് ഈ മതങ്ങളിലൂടെ വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ അറിവാണ് ആത്യന്തികമായിട്ടുള്ള സത്യം എന്ന് പറയുന്നത്. അത് മതം പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും ആ സത്യം ആര് എപ്പോൾ ഏത് സംസ്കാരത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞാലും അത് യൂണിവേഴ്സലായിട്ട് അപ്ലൈ ആകുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതിനെ സത്യം എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ആ സമയത്ത് എന്റെ ദൈവമാണ് സത്യം എന്നൊരുത്തം പറയുമ്പോൾ അപ്പുറത്തുനിന്ന് വേറൊരുത്തം പറയുമ്പോൾ ആ രണ്ട് ദൈവങ്ങൾക്കും രണ്ട് സ്വഭാവമാണ്, രണ്ട് പേരാണ്, രണ്ട് നേച്ചറാണ്. ആത്യന്തികമായിട്ട് അവരിലുള്ള സമാനതകൾ എന്തോ അത് ഏകത്വത്തിൽ മനുഷ്യനെ നിർത്താനായിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടോ അവിടെ മാത്രമാണ് സത്യം എന്ന് പറയുന്നത്. അപ്പം ഇരുട്ടിന്റെ മറവിലൂടെ സത്യം അരിച്ചിറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇത്തരത്തിൽ ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന സമയത്ത്. പല വ്യക്തികളും അത്ഭുത ശക്തികളെ കുറിച്ചും ദൈവിക അനുഭവങ്ങളെ കുറിച്ചും സിദ്ധികളെ കുറിച്ചും ഒക്കെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് അതീന്ദ്രിയമായിട്ടുള്ള ശക്തികളില്ല, അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ പവറുകൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്കൊരു സിദ്ധിയുണ്ട്, ആ സിദ്ധി നിനക്ക് ലഭിക്കണമെന്ന് നീ ചിന്തിക്കുകയാണെങ്കിൽ അവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മളെല്ലാവരും നക്ഷത്രത്തിന്റെ പൊടികളിൽ നിന്ന് വന്നവരാണ്. നമ്മൾ ട്രാൻസ്ഫോർമേഷന് വിധേയമായി വന്ന ആൾക്കാരാണ്. നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെ പൂർവ്വ പിതാമഹന്മാർ എന്തു ഭക്ഷിച്ചോ അതിന്റെയൊക്കെ എസൻസ് ആയിട്ടാണ് നമുക്ക് ഇന്ന് ഈ മനുഷ്യജന്മം കിട്ടിയത് എന്നുണ്ടെങ്കിൽ നമ്മളൊരു പച്ചക്കറിയായി പോലും മുൻപ് ജനിച്ചു എന്ന് പറയേണ്ടതായിട്ട് വരും. കാരണം നമ്മൾ അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിന്റെ മറ്റൊരു രീതിയിലുള്ള ഒരു മാനിഫെസ്റ്റേഷൻ മാത്രമാണ്. അപ്പൊ ആ യൂണിവേഴ്സ് ആണ് നമ്മളെന്നുള്ളത് തിരിച്ചറിയുന്ന സമയത്ത് നമ്മൾ ഒന്നായി എന്നുള്ളതാണ്, ദൈവമായിട്ട് പരബ്രഹ്മവുമായിട്ട് ഒന്നായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത്രയും മഹത്തരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്രാചീന ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത്, മതത്തിനപ്പുറത്തുള്ള ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഈ ജീവികൾക്ക് പല ജന്മങ്ങളെയും കർമ്മങ്ങളെയും അടിസ്ഥാനമാക്കിയിട്ട് അവന്റെ ജന്മസമയം, അവന്റെ ജനിച്ച സ്ഥലത്തിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് എന്നെ പോലെയുള്ള മറ്റൊരു വ്യക്തിയുള്ളത്. അപ്പൊ എന്റെ സിദ്ധി എന്താണ് എന്നുള്ളത് കണ്ടെത്തുകയാണ്. അപ്പൊ എനിക്ക് ചിലപ്പോൾ പാട്ട് പാടാനായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് കലാസൃഷ്ടികൾ നടത്താനായിരിക്കും, എനിക്ക് സംസാരിക്കാനായിരിക്കും, എനിക്ക് നല്ല രീതിയിൽ വാഹനം എത്ര ഓടിച്ചാലും ഞാൻ മടുക്കില്ല, എനിക്ക് അവിടെ പാഷനാണ്. ഞാൻ എന്നെ തന്നെ മറന്ന് എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യം എന്താണ്? അപ്പൊ എന്റെ പരിമിതികളെ പോലും ഞാൻ ഓർക്കുകയില്ല എന്നുള്ളതാണ്. അങ്ങനെ ആ കർമ്മം പൂർത്തീകരിക്കുന്ന സമയത്താണ് മനുഷ്യൻ പൂർണ്ണനായിട്ട് മാറുന്നത്. അപ്പോഴാണ് അവൻ മോക്ഷത്തിലേക്ക് അടുക്കുന്നത്. ഈ മോക്ഷം എന്ന് പറയുന്നതും ഒരു ഭയത്തിന്റെ രീതിയിൽ ചില ആൾക്കാർ അവതരിപ്പിക്കുന്നുണ്ട്. റീഇൻകാർണേഷൻ പോലുള്ള കൺസെപ്റ്റുകൾ ഒരു ഭയപ്പെടുത്തി നിർത്താനായിട്ട് സ്വർഗ നരകങ്ങളുടെ കൺസെപ്റ്റുകളെക്കാളും ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റുകളാണ് അത്. കാരണം സ്വർഗ നരകം എന്നുള്ളത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബാർബേറിയൻസ് അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരെ വരുതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും അഗ്രസീവ് ആയിട്ടുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു തിയറി കൊണ്ടുപോയിട്ടത്. എന്നാൽ അതിനു മുമ്പ് കുറച്ചുകൂടി ഇന്റലക്ച്വൽ ആയിട്ടാണ് നമുക്ക് ഈ റീഇൻകാർണേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ഒരു അവതരണം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിലൊന്നും നമ്മൾ ഭയപ്പെടുകയല്ല വേണ്ടത്. നമ്മൾ ഈ യാഥാർത്ഥ്യത്തിലേക്ക് വന്നുകൊണ്ട് ഒരു അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ഇവോൾവഡ് ആയിട്ടുള്ള സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ഇൻ ദിസ് മോഡേൺ എറ എന്നുള്ള ആ ഒരു അവബോധത്തോടു കൂടി നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്, അഹിംസയിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം, ഹിംസയിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം, മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുന്നതിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം, ഹാർമണിയിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം, ഏകത്വത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ നമുക്ക് സത്യം മനസ്സിലാകുന്നത് എന്നുള്ളതാണ്. അപ്പൊ തീയിലൂടെ നടന്നാലോ, ഏതെങ്കിലും പള്ളിയുടെ മുന്നിൽ പോയി ഉരുണ്ടിട്ടുണ്ടെങ്കിലോ,
അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കല്ലെറിഞ്ഞു എന്ന് കരുതി ഒന്നുമല്ല നമുക്ക് മോക്ഷം ലഭിക്കുന്നത്. നമ്മുടെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സമാധി ഇരുന്നു, അല്ലെങ്കിൽ മലയുടെ മുകളിൽ പോയിട്ട് അങ്ങനെ തപസ് ചെയ്തു, ആ തപസ്യക്ക് അപ്പുറത്തേക്ക് എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളതിലാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പം സഹജീവികളുമായിട്ട് ഹാർമോണിയസ് ആയിട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ടോ? കാരണം പ്രപഞ്ചം അങ്ങനെയാണ്. ഭൂമി, സൂര്യൻ പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു ഹാർമോണിയസ് നേച്ചർ നമുക്ക് എവരിവെയർ നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. മറ്റ് ജീവികളെ ആഹരിക്കുന്ന ജീവികളുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിന്റെ സൃഷ്ടി കരുണാമയനും സ്നേഹനിധിയുമാണെങ്കിൽ എങ്ങനെയാണ് ഒരു ജീവി മറ്റൊന്നിനെ ആഹരിക്കുന്ന രീതിയിൽ എന്തുകൊണ്ട് സൃഷ്ടിച്ചു എന്ന് ചോദിച്ച് യുക്തിപരമായിട്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ആൻസർ കൊടുക്കാനായിട്ട് സാധിക്കില്ല. സോ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ബ്ലെൻഡിങ് നമുക്ക് എല്ലായിടത്തും കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഈ ജീവികളിൽ നിന്ന് വിഭിന്നമാണ്, അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ട് മനുഷ്യൻ ഭൂമിയിൽ മാറ്റങ്ങൾ വരുത്തി എന്നുള്ളത് കൊണ്ട് തന്നെ, അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നിലയിൽ നമ്മൾ ഇവോൾവ് ചെയ്ത് പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ദൈവത്വത്തിനെയും. നമ്മൾ ഈ പ്രപഞ്ചവും പ്രകൃതിയും എങ്ങനെയാണോ ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ പോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ സാധിക്കുന്ന സമയത്ത് നമ്മൾ മതങ്ങളിൽ നിന്ന് പുറത്തു വന്നു എന്നുള്ളത് മനുഷ്യരാശി നോക്കിക്കാണുമെന്നുള്ളതാണ്. ഒരു 500 വർഷം കഴിഞ്ഞിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അന്നത്തെ തലമുറയിലുള്ള ആരെങ്കിലും ഇന്ന് നമ്മൾ പ്രാചീന ശിലായുഗത്തിലെ ഗുഹകളിൽ കോറിയിട്ട കാര്യങ്ങൾ വായിക്കുന്നത് പോലെ ഈ വീഡിയോ ഒക്കെ ആരെങ്കിലും റിക്കവർ ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അന്ന് ആ ആളുകൾ അത് ശരിവെക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. ഞാൻ മാത്രമല്ല, ഞാനൊരു പ്രതിനിധി മാത്രമാണ്, ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു പ്രതിനിധി മാത്രം. അപ്പൊ മതത്തിനപ്പുറത്തേക്ക് ദൈവത്തിനെ കാണാനായിട്ട് സാധിക്കട്ടെ. അങ്ങനെ ആകുന്ന സമയത്താണ് രാജ്യാതിർത്തികൾക്കപ്പുറത്തേക്ക് നമുക്ക് ഭൂമിയെ കാണാനായിട്ട് സാധിക്കുന്നത്. ഭൂമിക്കപ്പുറത്തേക്ക് പ്രാപഞ്ചികമായിട്ടുള്ള മറ്റു ഗോളങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നത്. ഭൂമിക്ക് ഉള്ള സൂര്യനെ പോലെ മറ്റ് ഒരുപാട് സൂര്യന്മാരെ നമുക്ക് രാത്രിയുടെ ആകാശങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർക്കൊക്കെയും ഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം. അങ്ങനെ പ്രാപഞ്ചികമായിട്ടുള്ള ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് ഭാവിയിൽ ഒരു പരഗ്രഹത്തിൽ നിന്നുള്ള അന്യഗ്രഹ ജീവികൾ വരുമ്പോൾ അവരുമായിട്ട് പോലും ഹാർമോണിയസ് ആയിട്ട് പോകാനായിട്ട് നമ്മുടെ എവല്യൂഷൻ നമ്മളെ സഹായിക്കട്ടെ. ആത്യന്തികമായിട്ട് ഇതെല്ലാമാണ് ദൈവം, കണ്ടതും കാണാത്തതും. ഞാനും നീയും അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.